സർ, സംസ്ഥാനത്ത് ആശ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അംഗീകൃത സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഞാൻ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സർ, ആശാ വർക്കർമാർ നമ്മുടെ പഞ്ചായത്തിലെ വാർഡുകളിൽ അലഞ്ഞു തിരിഞ്ഞ് 24 മണിക്കൂർ ജോലി ചെയ്യുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മാലാഖമാരാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. ഇവിടെ 140 MLA-മാർക്കും അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അറിയാം. സർ, അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രശ്നങ്ങളെ നന്നായി കൈകാര്യം ചെയ്യാൻ വേണ്ടി 17 വർഷങ്ങൾക്ക് മുൻപാണ് ആശാ വർക്കർമാർ എന്ന സങ്കല്പം കൊണ്ടുവരികയും അത് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സാർ, ഇപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഗ്രാമയാത്ര എന്ന് പറയുന്ന ഒരു ജനസമ്പർക്ക പരിപാടി, ഭവന സന്ദർശന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ വാർഡിലും ചെല്ലുമ്പോൾ അവിടുത്തെ ആശാ വർക്കർമാർ വന്ന് നേരിട്ട് അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധിയും പറയുകയാണ്. ഈ ബഡ്ജറ്റിൽ പോലും ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുകയോ അവർക്കൊരു വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻസെൻറ്റീവോ അതല്ലെങ്കിൽ ശമ്പള പരിഷ്കരണ പോലെയുള്ള എന്തെങ്കിലും നടപടികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. സാർ, 3 മാസമായി അവർ പറയുന്നതാണ്, 3 മാസമായിട്ട് അവർക്ക് ഇൻസെൻറ്റീവ്, ഓണറേറിയം ഒന്നും ലഭ്യമാകുന്നില്ല. അതുമാത്രമല്ല, അവർക്ക് EF ഇല്ല, PF ഇല്ല. അവർക്ക് എന്നാൽ ഒരു ജോലിക്കൊരു കുറവുമില്ല. 24 മണിക്കൂറും ആശാ വർക്കർമാർ ജോലി ചെയ്യുക. ഒരു കല്യാണത്തിന് പോയാൽ പോലും കഷത്തിൽ അവർ ഡയറി വെച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. 24 മണിക്കൂറും അവർക്ക് ജോലി ചെയ്യണം. ഇവർക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ഇന്ന് അവർക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന ഒരു ശമ്പളം ഒരു മാസം കിട്ടുന്നത് 11,000 രൂപയാണ്. ഇതുകൊണ്ട് ഒരു കുടുംബത്തിന് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഒരു സ്ത്രീ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു ആശാ വർക്കർമാർക്ക് ഇത് വളരെ തുച്ഛമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അവർക്കൊരു ഡെയിലി 1000 രൂപ വീതമെങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് അവർക്ക് ഒരു വേണ്ട ശമ്പളം കൊടുക്കുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് മാറണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഇവർ ഒട്ടേറെ ജോലികൾ ചെയ്യുന്നവരാണ്. പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവർ ആവശ്യമാണ്. സർവേ നടത്തണമെങ്കിൽ ആശാ വർക്കർമാർ വേണം. ഫീൽഡിൽ ഓരോ വീടും കയറി ഇറങ്ങി റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ആശാ വർക്കർമാർ വേണം. നേരത്തെ 1000 പേർക്കാണ് ഒരു ആശാ വർക്കറെങ്കിൽ ഇന്ന് 3000 പേർക്ക് ഒരു ആശാ വർക്കർമാർ, അതും അമിതമായ ജോലി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. കോവിഡ്, മഹാമാരി എന്നിങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും ആശാ വർക്കർമാർ വാർഡിൽ ജനങ്ങളെ വിളിച്ച് മീറ്റിങ്ങുകൾ നടത്തി മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ട്. സാർ, JHI, JP, HN, ML, SP എന്നിവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ചില സർവേകൾ റിപ്പോർട്ട് നൽകാൻ രാത്രി പറയും, റിപ്പോർട്ട് കൊടുക്കാൻ പറയും, രാവിലെ ആ റിപ്പോർട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. സാർ, ഒരു ദിവസം പോലും ലീവില്ലാതെ ഇവർ ജോലി ചെയ്യേണ്ട അവസ്ഥയുണ്ട്. സാർ, ഇങ്ങനെ അനവധി പ്രശ്നങ്ങൾ. അപ്പോൾ ഇവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഓണറേറിയം 7000 രൂപയാണ്, കേന്ദ്ര ഗവൺമെൻറ് 2000 രൂപയാണ്. ഒരു ദിവസം മുഴുവൻ സർവേ നടത്തിയാൽ കിട്ടുന്നത് 75 രൂപയാണ്. ഒരു ദിവസം മുഴുവൻ പൾസ് പോളിയുമായി ബന്ധപ്പെട്ട് പോയാൽ കിട്ടുന്നത് 75 രൂപയാണ്. ഒട്ടേറെ കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് ഇവർ മുന്നോട്ട് പോവുക. ഇവരുടെ കാര്യത്തിൽ ഗവൺമെൻറ്റിന് അടിയന്തരമായി നടപടികൾ സ്വീകരിച്ച് ഇവർക്ക് മാന്യമായിട്ടുള്ള ശമ്പളം കൊടുക്കുന്ന രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലേക്ക് ഗവൺമെൻറ് തയ്യാറാകുമോ എന്നുള്ളതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലോടെ ഞാൻ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി. സർ, കേരളത്തിൽ 14 ജില്ലകളിലായി നിലവിൽ 21,529 പേരാണ് ഗ്രാമപ്രദേശങ്ങളിലും 4,104 പേർ നഗരപ്രദേശങ്ങളിലും 492 പേർ ട്രൈബൽ മേഖലയിലുമായി ആകെ 26,125 പേരാണ് ആശമാരായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. സർ, ഈ ആശമാർ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് സർക്കാർ ഏറ്റവും അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും നിരന്തരമായിട്ട് അവരോട് ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർ, അവർക്ക് സ്ഥിരമായിട്ടൊരു ശമ്പളം എന്നുള്ള നിലയിലല്ല, മറിച്ച് വിവിധ പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്ന ഇൻസെൻറ്റീവുകളും സംസ്ഥാന സർക്കാർ മാസം തോറും നൽകുന്ന 7,000 രൂപ ഓണറേറിയവും 3,000 രൂപ, ആ 3,000 രൂപ തന്നെ 60-40 എന്നുള്ള നിലയിൽ കേന്ദ്രവും സംസ്ഥാനവും അങ്ങനെ പ്രതിമാസ നിശ്ചിത ഇൻസെൻറ്റീവുകളുമാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സർ, ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അന്ന് അവർക്ക് ലഭിച്ചിരുന്ന പ്രതിമാസ ഓണറേറിയം 1000 രൂപയായിരുന്നു. സർ, ഇന്നത് 7,000 രൂപ എന്ന നിലയിലേക്ക് ആശമാരുടെ പ്രതിമാസ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർ, ഇതുവരെ നമുക്ക് നവംബർ 2024 വരെയുള്ള ഓണറേറിയവും ഒക്ടോബർ 2024 വരെയുള്ള ഇൻസെൻറ്റീവുകളും എല്ലാ ആശമാർക്കും വിതരണം ചെയ്തിട്ടുണ്ട്. സർ, ഈ 3 മാസം കൂടിയിരിക്കുമ്പോൾ എന്നുള്ളത് മാറ്റി ധനവകുപ്പുമായിട്ട് ആലോചിച്ചുകൊണ്ട് അതാത് മാസങ്ങളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ധനവകുപ്പും ആരോഗ്യവകുപ്പും ചേർന്ന് സ്വീകരിച്ചു വരുന്നത്. സർ, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം സർ, 2023-24 സാമ്പത്തിക വർഷത്തിൽ ആശമാരുടെ ഇൻസെൻറ്റീവ് നൽകേണ്ടിയിരുന്നത് ഏകദേശം 120 കോടി രൂപയായിരുന്നു. സർ, ആ വർഷം നമുക്ക് 1 രൂപ പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചില്ല. അവരുടെ വിഹിതമായിട്ട് ഏതാണ്ട് 80 കോടി രൂപ ലഭിക്കേണ്ടിയിരുന്നു. സർ,
ആ 80 കോടി രൂപ ചേർത്ത് 2023-24 സാമ്പത്തിക വർഷം 120 കോടി രൂപയും ആ ഇൻസെൻറ്റീവിൽ നൽകിയത് കേരളമാണ് സർ. നമുക്ക് ലഭിക്കാനുള്ള 80 കോടി രൂപ ഇനിയും ലഭിക്കാനായിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷം കൂടി ചേർന്നുകൊണ്ട് ആ ലഭിക്കാനുള്ള തുക കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും അത് സർക്കാർ നടത്തുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ കൂടി അതിന് വേണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് സർ. സർ, അതുമൂലം നമുക്ക് കൃത്യമായിട്ടൊരു ഇൻസെൻറ്റീവ് നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അത് തുക നൽകി കണ്ടെത്തി അത് നൽകുകയായിരുന്നു സർ. അത് നിരന്തരമായിട്ട് അത് തിരിച്ച് നമുക്ക് ലഭ്യമാകുന്നതിനുള്ള ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും അത് പരിഹരിക്കാതെ മുന്നോട്ട് പോവുകയാണ്. തുക അനുവദിച്ചിട്ടില്ല സാർ. ഇവിടെ നമ്മുടെ ആശമാരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 7000 രൂപ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സാർ. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി പരിശോധിച്ചാൽ കർണാടക 5000, മഹാരാഷ്ട്ര 5000, അതുപോലെ പശ്ചിമ ബംഗാൾ 6000 എന്നുള്ള നിലയിലാണ് നൽകുന്നത്. പരമാവധി അവരുടെ ജോലിയുടെ സങ്കീർണതകൾ ഒഴിവാക്കിക്കൊണ്ട് ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ സർ, എല്ലാ ജോലികളും ആശമാർ ചെയ്യണമെന്നുള്ള നിലയിൽ പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അവർക്ക് കൃത്യമായിട്ടുള്ള അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ JPH-നും JHI-യും ഉൾപ്പെടെയുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച പിന്നെ സൂപ്പർവിഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻ ഇറങ്ങിക്കൊണ്ടാണ് ആരോഗ്യവകുപ്പ് പോകുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതും ആലോചിച്ചിട്ടുള്ളത്. സാറ്, ഈ ആശാ വർക്കർമാർക്ക് ഇൻസെൻറ്റീവ് ഒരു വീട് കയറി 5 രൂപ, അത് 17 വർഷം മുമ്പ് അങ്ങനെ തന്നെയാണ്. പൾസ് പോളിയോ എഴുതുന്നത് അങ്ങനെ അതൊരു വർദ്ധനവ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 1000 രൂപ എന്ന് പറയുന്ന 7000 രൂപ എന്ന് പറയുമ്പോൾ അന്ന് 1000 രൂപ കറണ്ട് ചാർജ് ഉണ്ടായിരുന്ന 8000 രൂപയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഇവരുടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ഗവൺമെന്റ് പുതിയ പദ്ധതികൾ, അതോടൊപ്പം തന്നെ 62ാം വയസ്സിൽ സാർ 62ാം വയസ്സ് സേവനം അവസാനിച്ച് പോകുമ്പോൾ വെറും കൈയോടുകൂടി പോകേണ്ട അവസ്ഥ ഉണ്ട്. അവർക്കൊരു പെൻഷൻ സ്കീം കൊണ്ടുവരുന്ന കാര്യം അങ്ങയുടെ സർ, ഈ കേന്ദ്രത്തിൽ പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ആരോഗ്യമന്ത്രി കണ്ടിക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഈ പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തപ്പോഴും ഞാൻ സംസ്ഥാന ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ആദ്യം പോയി അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒന്നാമത്തെ കാര്യമായിട്ട് എഴുതി ആവശ്യപ്പെട്ടതും അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ ആദ്യത്തെ വിഷയമായിട്ട് ചർച്ച ചെയ്തതും ആശമാരുടെ കാര്യമാണ് സർ. കാരണം ഈ ഇൻസെൻറ്റീവ്, കേന്ദ്രം നൽകുന്ന ഇൻസെൻറ്റീവിൽ വർധനവ് ഉണ്ടാകണം. അതായത് അനേകം വർഷങ്ങളായിട്ട് ഈ ഇൻസെൻറ്റീവിൽ കേന്ദ്രം വർധനവ് വരുത്തിയിട്ടില്ല സർ. അപ്പോൾ ആ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. അത് കേന്ദ്ര സർക്കാർ അത് ലഭ്യമാക്കണം എന്നുള്ളതും സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമാണ്. ഈ ആവശ്യം കേന്ദ്ര സർക്കാരിനോട്, കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് അത് അനുഭാവപൂർവ്വം അത് പരിഗണിക്കാം എന്നുള്ളത് തന്നെയാണ്. ഇതുകൂടാതെ സർ, വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൊക്കെ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടുതൽ ആ നിലയിലേക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് കണ്ടിട്ടുള്ളത് സർ.